അയാൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. നേരെ വിളിച്ചൂല്ലേ ചായ എടുത്തെങ്കിൽ എപ്പോ നീച്ചുണ്ടാക്കാൻ തുടങ്ങുന്നത്. ഞാൻ അയാളെ എടുക്കണൊക്കെ ഞാൻ കേൾക്കേണ്ടി വരും. നേരത്തേക്ക് ഇന്നലെ സാധനം ഇവിടെ വെച്ചു. ആ സുജ ചായ ഞാൻ കുടിച്ചു കേട്ടോ. കൊടുക്കാത്ത ചായയും സാധനം ഇവിടെ വെച്ചു. എവിടെ പോയി വെച്ചു? ആ മണിയാണല്ലേ ഈ ചെറുക്ക് ഒരു പണിക്ക് പോകില്ല. എപ്പോ നോക്കിയാലും അങ്ങാടി തെണ്ടി തിരി നടക്കും. ഒരു മനുഷ്യന്മാരെ കൊണ്ട് പറയിച്ചാല് പടത്തോനെ ആ പിസ്കണ്ടാണല്ലോ നിൽക്കുന്നത്. ഇനിയിപ്പോ എന്റെ പണി ഇന്ന് മൊത്തം ചീപ്പോ വല്ല കാണാതെ പോയാലോ ഇതല്ലേ നല്ലത്. മാറി നടക്കണോന് വേണേ എവിടെന്നാ ഞാൻ എന്നെ കണ്ടിക്കണേ. ഈ കാണാത്തായിരിക്കണേ പോകണ്ട എവിടാ എവിടുക്കാ ഇങ്ങനെ ബസ്സിലായിട്ട് പോണേ? ഞാൻ പണിക്ക് പോണേ. നല്ല മഴക്കാറ് മൂടി എടുക്കല്ലേ, പണിയെടുക്കാൻ പറ്റുമോ? പ്രശ്നമില്ല, മഴ എന്നാലും പണിയെടുക്കും. നിങ്ങളെ സുഗുണുണ്ടാണ്ട് പണിക്കോണേ. ഏണ്ടേ തോട്ടത്തേക്കാ? ആ തോട്ടത്തേക്ക്. സുഗുണനാ? ആ സുഗുണനെ. ഒറ്റക്കാണോ? ആ ഒറ്റക്ക്. ആ ചെരുപ്പ് കൈക്ക് പിടിച്ചോളി, അല്ലെങ്കിൽ തേഞ്ഞു പോവും. ഓ പൊട്ടനാണെങ്കിലും പറഞ്ഞെടുത്തൊരു കാര്യ, ഇത് തേഞ്ഞു കഴിഞ്ഞാല് ഈ വേറെ ചെരുപ്പ് വാങ്ങാൻ നിൽക്കണം. തന്തപ്പൊടി ഇവിടെ എത്തിയണം. ഇനിയിപ്പൊ അതിന്റെ തൊള്ള കിടക്കുന്ന ഫുള്ള് കേൾക്കേണ്ടി വരും. പാലപ്പം എങ്ങനെ കിടക്കുക? Oh no! सुनेगा सुनेगा എവിടേക്ക്? എന്റെ വർത്താനം പോരല്ല. സുണേക്കാ അന്നോടാ പറഞ്ഞേ ഞാൻ അല്ലാതെ ഈ പറമ്പക്ക് വരരുതെന്ന്. ഇന്നലെ പീടിയെന്ന് കണ്ടപ്പോ എന്നോട് അറിയില്ല ഇവിടെ വന്നാണ് പണിയെടുക്കാൻ. അതിന്റെ കണ്ടാണ് വരണ്ടേ, ഒറ്റക്കള് വരാൻ പാടുണ്ട. അല്ല എന്തെങ്കിലും പണിയെടുത്തോടെ എന്താണ്ട് ഇവിടെ വന്നപ്പോ എന്താ പ്രശ്നം? എന്താ ഇവിടെ പണിയെടുത്ത് ഈ പട്ടങ്ങനെ എടുത്തില്ലേ? ഇത് കൂട്ടിയിടണേ. എന്താ കുടിച്ചേ? ഞാൻ ബാർലി വെള്ളം. ബാർലി വെള്ളം അന്നോട് ഞാൻ പറഞ്ഞില്ലടാ, ഞാൻ അല്ലാതെ ഒറ്റക്കള് വരരുതെന്ന്. ഇമ്മാര് വെള്ളം കുടിച്ചാണ്ട്. ആ സുഗുണം ഇവിടെ തോട്ടത്തിലുണ്ടല്ലോ. ഓനോട് പറയാനുള്ള കാര്യം ചെയ്ത പെരി പോണ്ടല്ലോ, ഓനോട് എന്നോട് പറയാം. സുഗുണ സുഗുണ സുഗുണനെ ഇപ്പൊ കണ്ടല്ലോ കിടക്കണേ. എന്ത് പറ്റി? നല്ല ഫിറ്റാ, വാണി വിളിച്ചു നോക്ക്. ഓനോട് കാര്യം പറയാൻ വന്നേനല്ലോ ഇപ്പൊ ഞാന്. സുഗുണ എണീച്ചാ എന്താ
എന്തേ പ്രശ്നം എന്തേ? ഞാൻ വീട്ടിൽ പോയിനി ഒരു കാര്യം പറയാൻ വേണ്ടി വന്നേനി. വീട് പാസ്സായിക്കണ്. നിങ്ങൾ ആരാ പറഞ്ഞത്? മെമ്പർ പഞ്ചായത്തിന്നാണ്. പഞ്ചായത്തിനാ. ഇത് ജയിച്ചു പോയാന്ന് കണ്ടാ, പിന്നെ കണ്ടില്ല. എന്ത് കോലാടാ അത് നോക്കണ്ട. അതെന്താ പണിക്ക് വരുമ്പോ അതെ നിങ്ങളെ ഇവനൊക്കെ പണിക്ക് വിളിച്ചാണ് ഈ കൊലത്തിലാക്കിയല്ല. എന്തിനു വന്ന മെമ്പർ? വീടിന്റെ പാസ്സായി എഴുതി കൊടുത്തീനാ? അത് പാസ്സായിക്കണ്. 20 കൊല്ലം എഴുതി കൊടുത്തിട്ട് ഇപ്പഴാ പാസ്സാണ്. ഇപ്പഴേ പാസ്സായില്ലേ? എനിക്ക് വേണ്ട, നിങ്ങളെ പെര വേണ്ട. നടന്ന എനിക്ക് നിങ്ങളെ പെര വേണ്ട. പഞ്ചായത്തിന് കിട്ടുന്ന ഒരു ഒലക്കന്റെ മൂട് എനിക്ക് വേണ്ട. പോയി ഞാൻ തന്നിട്ടോ. ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താ. വള്ളത്തില്ലാതെ വള്ളത്തിലല്ലാത്ത ലെവലിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താ. കിട്ടണില്ലാതാവും. പൊന്നാര സുനക ഓനാണ് പോയിക്കോട്ടെ. പോയിക്കോട്ടെ എന്നല്ല, പൊന്നാറിന്റെ മുതലാളി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പിൽ തലേന്ന് കണ്ടായ പഞ്ചായത്ത് മെമ്പർ എന്നല്ലേ? ശരിയാണ്, ശരിയായിക്കോട്ടെ. പറഞ്ഞ മാതിരി രാവിലത്തെ വല്ലാത്ത നാളത്തെ ആചാരങ്ങളുടെ ഞാൻ എന്നോട് എന്താ പറഞ്ഞത്? നല്ല മയക്കാറുണ്ടാവുന്നു, പണി ലീവ് ആവുന്നല്ല പറഞ്ഞു. അതേമാതിരി ആയും ചെയ്തു. എന്താ ഇപ്പൊ സുഗുണന്റെ കാര്യം? സുഗുണൻ നിങ്ങൾ ഇപ്പൊ എത്ര കൊടുക്കല്? ഓനക്ക് 2 നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി. ഭക്ഷണം കൊടുത്താൽ മതി. ഉച്ചക്ക് ചോറും രാത്രി കഞ്ഞി കൊടുത്താൽ മതി. ഇത് നല്ല ഉണ്ടാവൂല അല്ലേ സുനക? ഓർക്കാതെ കിട്ടിയാ മതി. ഇതിന്റെ മുതലാളിനെ പറ്റി അതൊന്നും പറയണ്ടോ. മുതലാളി എന്താ പറയോ? 2 നേരത്തെ ഭക്ഷണം. പൈസന്റെ ആവശ്യമില്ല. സമയം സാധനം എങ്ങനെ അതാ സമയത്തിന് നമ്മളങ്ങനെ ഇതിങ്ങനെ ചെന്നാ ഇതാണ് അവന്റെ പരിപാടി. അത് മതി ആചാര. അത് മതി. ഫുഡും മതി. പിന്നെ പണ്ട് മഹാന്മാര് പറഞ്ഞ മതി, മദ്യപാനമാണടാ മനസ്സിനൊരാനന്ദം, അത് തുള്ളി തുള്ളി ഉള്ളിൽ ചെന്നാൽ സ്വർഗലോകമാണടാ. നമ്മളെ വിട്ടാലാ നിങ്ങൾക്ക് പാറ്റിയ പണിക്കാരനാ ആചാര. ഭക്ഷണം കഴിക്കണ്ടേ സുനക? പക്ഷേ കേട്ടോ മുതലാളി, പണി മുഖ്യം. എന്നാ ആചാര ഞാനവിടെ പോവാണ്. നിങ്ങൾ ഇന്റെ മുന്നിക്ക് വരരുത്. ഇല്ല ഞാൻ പോയിട്ട് പോയിക്കോട്ടെ. സുനക നമ്മ പോയി ഭക്ഷണം കഴിക്ക. ഭക്ഷണം കഴിക്കണ്ടേ? പണി ഫുള്ള് കഴിഞ്ഞിട്ട് മതി ചോറ്. നാളെ പോയി പണിയെടുത്താ ശരി മുതലാളി. മുതലാളി പോയിക്കോളെ. അല്ല അത് പ്രശ്നമില്ല, ഞാനിത് തീർത്തിട്ടേ ഒന്ന് പോരുള്ളൂ. ഇന്ന് തീർക്കും. ഓക്കെ. നമുക്ക് ആർക്കും കൊടുക്കണ്ട, ഒറ്റക്ക് കുടിച്ചല്ലോ. മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. പുതിയ ജീവിതത്തിന്റെ ശുഭാരംഭം അല്പം മധുരം കൊണ്ടാകട്ടെ.